സാർ 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 മതിയായി സാർ മതിയായി. എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ്. ആരെ വെടിവെക്കാൻ? എന്നെ തന്നെ. സൈഡിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി. ഇത്രയും കാലം ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ. വർഗീസേ, ഈ ഒരവസ്ഥയെ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ. ഗോവയെന്ന് പെരേര വിളിച്ചിരുന്നു. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബിസിനസ്സിനുള്ള ഓഫറുണ്ട്. വർഗീസ് എന്ന അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. എത്രയും പെട്ടെന്ന് കഴിയുന്നിടത്തോളം ചരക്കെത്തണം. പെരേരയുടെ ഓഫർ കളയുന്നത് ബുദ്ധിയല്ല. നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്ന ഹോട്ടലാവും മരത്തി, ഓഫീസിലും എത്തി. ഇനി എവിടെയാണ് നമ്മൾ ചരക്ക് സൂക്ഷിക്കുക? ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം. ബാലേട്ടാ, ശകുനം മുടക്കി നീ എന്നെ കൊല്ലാറിയിരിക്കുക. എന്താ ബാലേട്ട ഈ പറയുന്നത്? ഞാൻ ബാലേട്ടന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വിരോധമില്ല. ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ 7ാമത്തെ വീടാ. വീട് കാണാനല്ല, എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്റെ പൊന്നു ദാസ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനിയും നീ എന്നെ തല്ലു കൊള്ളിക്കരുത്. 2 മക്കളുള്ള ഒരു തന്തയുടെ അപേക്ഷയാണ് മോനെ. ബാലേട്ട, ബാലേട്ടനെ തല്ലു കൊള്ളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം? അതെന്താ ബാലേട്ടൻ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയെടുത്തോളം മതിയടോ. പോരാ, ജോലി തിരിച്ചെടുക്കാൻ ഞാൻ മുതലാളിയോട് പറയില്ല. പിരിച്ചുവിട്ടതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ. ഒരു കാരണവുമില്ല. സത്യം പറയട്ടെ ബാലേട്ട, പട്ടിണിയിലാണ്. ഒരു പട്ടിണി. കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെടുത്ത് ജീവിക്കാം. പുതിയ പുരയ്ക്കൽ നാരായണൻകുട്ടി നാരുടെ മകന് തണ്ടും തടിയും ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇറക്കാനും വയ്യ. ദാസ, വല്ലതും വാങ്ങിച്ചു കഴിച്ചോ? കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്, ജോലിയുടെ. ഇനിയും അയാളുടെ അടുത്ത് പോകാൻ വയ്യ. നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ. വേണ്ട ബാലേട്ട, ഞാനല്ലേ തരുന്നത്. ഇപ്പൊ വേണ്ട. അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം.